നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകളും ഗ്രൂപ്പുകളൊക്കെ നോക്കി അതിനകത്ത് ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ന് എന്താ പറയുക, ബിഗ്ഗസ്റ്റ് വീക്കിലി ഗെയിൻ ഈ 2024 വർഷത്തെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഗെയിൻ ഉണ്ടായ ഒരു ആഴ്ചയാണ് ഇപ്പോൾ ഈ അവസാനിക്കുന്ന, ഇന്നത്തോടുകൂടി അവസാനിക്കുന്ന ആ ഒരാഴ്ചയാണ്. അതുകൂടാതെ സെൻസെക്സ് ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈ 76,795 എന്നൊരു നമ്പറിലേക്ക് പുതുതായിട്ട് ഇന്ന് കയറി വന്നിരിക്കുകയാണ്. സൂപ്പർ റിക്കവറിയാണ്. കാരണം ബാങ്ക് നിഫ്റ്റിയൊക്കെ 4000 പോയിൻ്റൊക്കെ ഇടിഞ്ഞിട്ട് അത് തിരിച്ച് അത്രയും പോയിന്റുകൾ കയറി വന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മാർക്കറ്റ് ഇടിയുമ്പോൾ അതിൽ പേടിച്ചിട്ടും അബദ്ധം പറ്റിയിട്ടൊക്കെ ഒരുപാട് നഷ്ടം സഹിച്ച ട്രേഡേഴ്സ് ഉണ്ട്. അവർക്ക് തിരിച്ച് ആ പഴയ പൊസിഷൻ എടുക്കാൻ സാധിച്ചുമില്ല. അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടിയില്ല. മാർക്കറ്റ് വീണു, തിരിച്ചു കയറി ആ പൊസിഷനിൽ തന്നെ വന്നു. പക്ഷേ നഷ്ടപ്പെട്ടവർ എന്നും നഷ്ടക്കാരായിട്ട് തന്നെ ഒത്തിരി പേര് മാർക്കറ്റിൽ നിന്നും വാഷ് ഔട്ടായി പോയി. ഒരുപാട് പേര് വലിയ നഷ്ടത്തിൽ, ക്യാപിറ്റലിൻ്റെ 70% നഷ്ടപ്പെട്ട അവരും പോയി. പക്ഷേ മാർക്കറ്റ് തിരിച്ച് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ വന്നു. ഈ ഒരു അവസരത്തിൽ നമ്മൾ വലിയൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലോട്ട് പോകാൻ തന്നെയാണ്. നിങ്ങൾ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ, മാർക്കറ്റിൽ ക്രാഷ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുക. പെട്ടെന്ന് അത് ബുക്ക് ചെയ്യരുത്, അവിടെ ഹോൾഡ് ചെയ്യുക. വളരെ കുറച്ച് ടൈം കൊടുത്ത് നോക്കി അതൊരിക്കലും റിക്കവറി ആവില്ല എന്ന് കണ്ടാൽ മാത്രം നഷ്ടം സ്വീകരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി പേർക്ക് പറ്റിയതുപോലെ നിങ്ങൾക്കും ഭാവിയിൽ പറ്റിയേക്കാം. കാരണം വീഴുന്നത് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ലോസ് ബുക്ക് ചെയ്യും. പിന്നീട് അത് പ്രൈസ് താഴെ പോയാൽ നമ്മൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കില്ല. ഫർദർ ഫോളിന് വേണ്ടി കാത്തിരിക്കും, അല്ലെങ്കിൽ പേടിച്ചിട്ട് മാറി നിൽക്കും. പിന്നീട് മാർക്കറ്റ് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കണ്ണ് തുറക്കുക. ആ സമയത്തേക്ക് ഒരുപാട് പ്രൈസ് കയറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരല്പം സംയമനം പാലിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് ലോസ് ബുക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഏറ്റവും നല്ല ഒരു ഐഡിയ എന്നുള്ളത്. നന്നായിട്ട് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുക, റിക്കവറിക്ക് സാധ്യതയുണ്ടോ എന്ന് നോക്കുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യുക. ഇന്ന് RBIയുടെ പോളിസി അനൗൺസ്മെൻ്റ് ആയിരുന്നു. RBI റിപ്പോ റേറ്റ് 6.5 മാറ്റമില്ലാതെ തുടരുകയാണ്. അപ്പോൾ അതോടുകൂടി ഇന്ന് ആഫ്റ്റർനൂൺ സെഷൻ ആയപ്പം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ മാർക്കറ്റ് കുതിച്ച് കയറാൻ തുടങ്ങി. അങ്ങനെയാണ് സെൻസെക്സ് ഒക്കെ ഒരു പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയത്. ഗോൾഡ് പ്രൈസ് ഇടിഞ്ഞിട്ടുണ്ട്. അത് ചൈന സെൻട്രൽ ബാങ്ക് അവരുടെ വാങ്ങൽ നിർത്തിയതോടുകൂടി ഗോൾഡിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഡിക്സൺ ടെക്നോളജി നല്ലൊരു സ്റ്റോക്കാണ്. ഇന്ന് 3% വർദ്ധിച്ച് 10,000 മുകളിലേക്ക് അതിൻ്റെ പ്രൈസ് കയറിയിട്ടുണ്ട്. 2024 എനിക്ക് തോന്നുന്നു ഒരു 5,000 രൂപയിൽ, 2024 ജനുവരി മാസത്തിലൊക്കെ 5,000 രൂപ പ്രൈസ് ഉണ്ടായ ഒരു സ്റ്റോക്കാണിന്ന് 10,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഒരു വർഷം കൊണ്ട് അത് 150% ഗ്രോത്താണ് കൊടുത്തിരിക്കുന്നത് ഡിക്സൺ ടെക്നോളജി. അതിന് ഒരു ബ്രേക്ക് ഔട്ട് വന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, അവർ മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു യൂണിറ്റ് നോയിഡയിൽ തുടങ്ങുന്നു എന്ന ഒരു വാർത്തയോടുകൂടിയാണ് 4,500 5,000 എന്ന റേഞ്ചിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് ആയത്. പിന്നെ അതിന് ബ്രേക്ക് എവിടെയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ബ്രേക്ക് ഇല്ലാതെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇൻട്രാഡേ ചെയ്യാൻ, ഓപ്ഷൻ ട്രേഡിങ്, സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്കാണ്. അത്രയും മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്റ്റോക്കാണ് ഈ ഡിക്സൺ ടെക്നോളജി. മാസ്റ്റെക് ഇന്ന് 8% മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIAയുടെ AI എൻ്റർപ്രൈസസുമായിട്ട് അവരൊരു പാർട്ട്ണർ, ഈ മാസ്റ്റെക്കിൻ്റെ മറ്റൊരു AI ഒരു ഫ്രാഞ്ചൈസി ഉണ്ട്, ആ കമ്പനിയും NVIDIAയും കൂടി ഒരു ജോയിൻറ്റ് വെഞ്ചർ വരുന്നുണ്ട് എന്നൊരു ന്യൂസ് വന്നതോടുകൂടിയാണ് അത്രയും ബൂമിങ് ഉണ്ടായത്. പേടിഎം ഇന്ന് 10% കയറിപ്പോയി. അതിൻ്റെ സർക്യൂട്ട് ലിമിറ്റ്, ഒരു സ്റ്റോക്കിന് അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും ഉണ്ടാവും. 5% ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ 10% എക്സ്ചേഞ്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വളരെ പെട്ടെന്നുള്ള ഒരു റിക്കവറി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് കമ്പനിയുടെ ഭാഗത്ത് നിന്നൊരു പത്രക്കുറിപ്പും ഇറങ്ങിയിട്ടുണ്ട്. അതോടുകൂടി നല്ല രീതിയിൽ പേടിഎമ്മിൽ ബ്രേക്ക് ഔട്ട് വന്നത് ഒരു ന്യൂസിൻ്റെ ബേസിലാണ്. ഒരു പ്രമുഖ വ്യക്തി, അതാരാണ് ഞാൻ പേര് മറന്നു, നമ്മുടെ റിലയൻസിൻ്റെ അല്ല, അദാനി എൻ്റർപ്രൈസസിൻ്റെ ഉടമസ്ഥർ പേടിഎമ്മിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊരു ന്യൂസ് വന്നതോടുകൂടിയാണ് അതിലൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായത്. ദെൻ IRB ഇൻഫ്ര ഇന്ന് 11% മുകളിലേക്ക് കയറിപ്പോയി.
അതിൻ്റെ ടോൾ കളക്ഷൻ, അതൊരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്, റോഡ് ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവരുടെ ടോൾ കളക്ഷൻ മെയിൽ നല്ല രീതിയിലൊരു കുതിപ്പുണ്ടായതോടുകൂടിയാണ് അവരുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറിപ്പോയി. RVNL ഇന്ന് 2% വർദ്ധിക്കുകയാണ് ചെയ്തത്. അവർക്ക് 495 കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. NTPCയിൽ നിന്നാണ് ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. ആ ന്യൂസ് വന്നതോടുകൂടി RVNL കയറിപ്പോയിട്ടുണ്ട്. ടാറ്റ കെമിക്കൽസ് ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട് പ്രൈസ്. രാവിലെ പറഞ്ഞ ന്യൂസ് തന്നെയാണ്. യൂറോപ്യനിൽ അവരുടെ ബ്രാഞ്ചിൽ 1.1 മില്യൺ യൂറോസിൻ്റെ ഒരു ഫൈൻ വന്നിട്ടുണ്ട് എന്ന കാരണത്താൽ ആ സ്റ്റോക്ക് ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ വൈകുന്നേരം ഞാൻ നിങ്ങൾക്കായി കളക്ട് ചെയ്തിട്ടുള്ള ഹൈലൈറ്റ്സ്. ദെൻ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോകുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് 3 ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 23,280 ട്രേഡിംഗ് നടക്കുന്നു. 50 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഇൻട്രാഡേയിൽ 531 പോയിന്റിൻ്റെ അഥവാ 2.33% മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 22,822 നിന്ന് 468 പോയിന്റ് ലാഭത്തിൽ 23,290 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് ആയിട്ട് ആണ് പോകുന്നത്. നിഫ്റ്റി ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് അടുത്തെത്തിയിട്ടുണ്ട്. 23,338 ഓൾ ടൈം ഹൈ. ഇന്ന് 320 വരെ കയറി വന്നിരുന്നു. ദെൻ 290 ഇറങ്ങിപ്പോയതാണ്. എന്തായാലും അടുത്ത ദിവസം ഒരു പുതിയ ഓൾ ടൈം ഹൈ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റി 50ലുള്ള 50 സ്റ്റോക്കുകളിൽ 46 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 4 സ്റ്റോക്കുകൾ നഷ്ടത്തിൽ അവസാനിച്ചു. എമൻഡം, വിപ്രോ, ടെക് മഹീന്ദ്ര, ഇൻഫി ഇങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് കൂടുതലായിട്ട് നിഫ്റ്റിയെ മുകളിലോട്ട് പൊക്കിക്കൊണ്ട് വന്നത്. അതേസമയത്ത് SBI ലൈഫ്, ടാറ്റ കൺസ്യൂമർ, UPL, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റി താഴോട്ട് വലിച്ചു കൊണ്ടുപോകാനും ശ്രമിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഈ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 251 പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ്, ഒരു ഗെയിൻ ആണ് അത് ഉണ്ടായിരിക്കുന്നത്. ജൂൺ മാസത്തിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 48 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 0.48% വർദ്ധിച്ച് 16.88 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആയിരുന്നു. അതുകൂടാതെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നതൊരു പ്രത്യേകതയായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. മറ്റ് ഇൻഡെക്സുകളിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 49,317 ഓപ്പണായി 486 പോയിന്റ് ലാഭത്തോടു കൂടി 49,803 ക്ലോസ് ചെയ്തു. ഫിൻനിഫ്റ്റി 21,938 ഓപ്പണായിട്ട് 227 പോയിന്റ് ലാഭത്തിൽ 22,166 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 75,032 ഓപ്പണായി 1,661 പോയിന്റ് ലാഭത്തിൽ 76,693 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 11,617 ഓപ്പണായി 139 പോയിന്റ് ലാഭത്തിൽ 11,756 ക്ലോസ് ചെയ്തു. എന്തായാലും സെൻസെക്സ് ഇന്ന് സൂപ്പറായിട്ടുള്ള ഒരു റാലിയാണ് കാഴ്ച. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടിയായിരുന്നു. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $46.06 കുറയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ $76 ആണ് ഞാൻ കണ്ടതെന്ന് ഞാൻ വായിച്ചതും. $76 ഇവിടെ 46 എന്തോ ഒരു ടൈപ്പ് എറർ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോൾഡ് റേറ്റ് കുറയാണ് ചെയ്തിട്ടുള്ള $2,310 ആണ് ഇന്നത്തെ പ്രൈസ്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 83.38 ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 19,943 കോടിയുടെ ബൈങ്ങും 15,552 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 4,391 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 15,564 കോടിയുടെ ബൈങ്ങും 16,853 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,289 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 3,101 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ജൂൺ മാസത്തിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 13,718 കോടിയുടെ സെല്ലിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,578 കോടിയുടെ ബൈങ്ങുമാണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 8,131 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT സെക്ടർ ഇന്ന് 3.37% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. എല്ലാ സെക്ടറുകളും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF വരികയാണെങ്കിൽ ഗോൾഡ് ബീസ് മാത്രം ഇന്ന് റെഡിലാണ് അവസാനിച്ചത്. ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ എം&എം ഇന്ന് 5.38% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. അതേസമയത്ത് SBI ലൈഫ് 1.03% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എം&എം, വിപ്രോ, ടെക് മഹീന്ദ്ര, പെർസിസ്റ്റന്റ്, ഇൻഫി, ടാറ്റ സ്റ്റീൽ, അൾട്രാടെക് സിമെന്റ്, ബജാജ് ഫിനാൻസ്, ഭാരതി എയർടെൽ, NTPC, ടൈറ്റൻ, ടാറ്റ മോട്ടോഴ്സ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ഇന്ന് അവസാനിച്ചപ്പോൾ SBI ലൈഫ്, ജൂബിലന്റ് ഫുഡ്സ്,
ടാറ്റ കൺസ്യൂമർ, ജിന്ദാൽ സ്റ്റീൽ, കോൺകർ, ഫെഡറൽ ബാങ്ക്, ചോല ഫിനാൻസ്, ഇന്ത്യൻ ഹോട്ടൽസ്, വോൾട്ടാസ്, ആസ്ട്രൽ, UPL, ഹിന്ദാൽകോ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി. 1915 സ്റ്റോക്കുകൾ ഇന്ന് NSEയിൽ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 307 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയുടെ PCR 1.1 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ക്ലിയർലി ബുള്ളിഷ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 23,290 മാർക്കറ്റ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 44 പോയിന്റ് മുകളിലായിട്ട് 23,334 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. 23,500 47 ലക്ഷം കോൾ റൈറ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഇതാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ്. 23,000 60 ലക്ഷം പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. ഇതാണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.73 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. 49,803 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 132 പോയിന്റ് മുകളിലായിട്ട് 49,935 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. 50,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 16 ലക്ഷമാണ് ഇവിടെ കോൾ റേറ്റിംഗ് ഉള്ളത്. 49,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട്. 15 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. നാളത്തേക്കുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട്സ് ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. അതുപോലെ തിങ്കളാഴ്ചത്തേക്കുള്ള ഗ്ലോബൽ ഈവൻസും ഒന്നും അപ്ഡേറ്റഡ് ആയിട്ടില്ല. ദെൻ ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 23 ട്രേഡിൽ നിന്നും 1:2.26 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 4.58% അഥവാ 27,454 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ 6.1% കിട്ടി. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 950 രൂപ ലോസ് ആണ് ബുക്ക് ചെയ്തത്. ഫിൻ നിഫ്റ്റിയിൽ 3.1% പ്രോഫിറ്റ് ഉണ്ടായി. മിഡ് ക്യാപ്പിൽ 3.3% ലോസ് ഉണ്ടായി. സെൻസെക്സിൽ 19.98%, അതായത് 20% പ്രോഫിറ്റ് ഇന്ന് സെൻസെക്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി പ്രോഫിറ്റാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 2.4% ഒരു പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 13.30%, അഥവാ 79,819 രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നത്. 78 ട്രേഡാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ദെൻ മന്ത്ലി നിഫ്റ്റിയിൽ 13% വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 1.5% ഉള്ളൂ, അത് പോരാ എന്തായാലും. ഫിൻ നിഫ്റ്റിയിൽ 9.4% ഉണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 8.9% വന്നിട്ടുണ്ട്. സെൻസെക്സിൽ 29.69% വന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 16.8% വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ബാങ്ക് നിഫ്റ്റി ഒഴികെ ബാക്കിയെല്ലാം ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്ന് എന്താ പറയുക, നമ്മുടെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ പ്രതീക്ഷ പോലെ തന്നെ ന്യൂസിൻ്റെ പിന്നാലെ മാർക്കറ്റ് കുതിച്ചു കയറിപ്പോയി. നമ്മുടെ റാസ് ലെവൽസൊക്കെ കടന്ന് വെട്ടിത്തിരിഞ്ഞ് കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. രാവിലെ ഒരു ക്ലിയർ സിഗ്നൽ അത് തന്നിരുന്നു നമുക്ക്. അതായത് മാർക്കറ്റ് ഓപ്പണായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടല്ല, ഇന്നലത്തെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഒരു പ്രോപ്പർ ഒരു റിവേഴ്സൽ സിഗ്നൽ കാണിച്ച് അവിടുന്ന് മാർക്കറ്റ് കയറിപ്പോയി. ദെൻ ഇന്ന് നല്ലൊരു വലിയ ക്യാൻഡിലായിട്ട് യെസ്റ്റർഡേ ഹൈ കട്ട് ചെയ്തതോടെ മാർക്കറ്റിൻ്റെ അപ് ട്രെൻഡ് ആരംഭിച്ചു എന്ന് തന്നെ പറയാം. സൂപ്പർ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. അടിപൊളി. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നിഫ്റ്റിയും കയറിപ്പോയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഇന്നത്തെ ലെവൽസ് കണ്ടറിയാം. പക്ഷേ നിഫ്റ്റി ഒരുപാട് കയറിപ്പോയില്ല. മിനിഞ്ഞാന്നത്തെ ഹൈ കട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മാർക്കറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അടുത്ത ട്രേഡിംഗ് ഡേയിൽ അത് കട്ട് ചെയ്ത് കയറിപ്പോവും. ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഫോർമേഷനും സത്യപ്രതിജ്ഞയൊക്കെ വരികയാണ്. ദെൻ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ എവിടെ നിന്നാണോ വീണത് അവിടത്തേക്ക് മാർക്കറ്റ് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. വീണുപോയ നിക്ഷേപകരൊക്കെ വീണെടുത്ത് തന്നെ കിടക്കുകയാണ്. അവർക്ക് തിരിച്ച് കയറാൻ ഒരു വഴിയില്ലാതെ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പും തിരിച്ച് എവിടെ നിന്നാണോ ഫോൾ സ്റ്റാർട്ട് ചെയ്ത് അവിടത്തേക്ക് തന്നെ കയറി വന്നിട്ടുണ്ട്. ദെൻ ഫിനാൻസ് സെക്ടർ അല്പം വീക്കാണ്. അത് തിരിച്ച് കയറാൻ കുറച്ച് ടൈം എടുക്കും എന്ന് തോന്നുന്നു. ഒരു പ്രോപ്പറായിട്ടൊരു സ്ട്രെങ്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. നോക്കാം, വരും ദിവസങ്ങളിൽ ചിലപ്പോൾ കയറി വന്നേക്കാം. കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ ഈ ചാനൽ ഇതുവരെയായിട്ട് 11,300 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ 2,262 പേരാണ് കണ്ടിട്ടുള്ളത്. 68 കമൻറ്റുകൾ ഇതിനായിട്ട് വന്നിട്ടുണ്ട്. ഹൈ വൊളാറ്റൈൽ, ഇതാരെ പറഞ്ഞിരിക്കുന്നത് പ്രകാശ്. ഹൈ വൊളാറ്റൈൽ മാർക്കറ്റിൽ സ്പെക്കുലേഷൻ ട്രേഡിങ്ങിന് പോയവർക്ക് കനത്ത നഷ്ടം. വിക്സ് വെരി ഹൈ ആയതിനാൽ ഇത്തരം മാർക്കറ്റിൽ നിന്നും റീറ്റെയിലേഴ്സ് മാറി നിൽക്കണമെന്നും മിക്ക അനലിസ്റ്റുകളും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ എവിടെയെങ്കിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്കി റീറ്റെയിലേഴ്സ് എല്ലാ ദിവസവും അവർ ട്രേഡിന് പോകുന്ന പോലെ പോയി. എന്തൊക്കെ വെല്ലുവിളികളുണ്ടെങ്കിലും കടലിൽ എന്തൊക്കെ കാറ്റും മഴയുണ്ടെങ്കിലും മുക്കുവന്മാർ മീൻ പിടിക്കാൻ പോവുക തന്നെ ചെയ്യും. ഒരു പക്ഷേ അതിലവർക്ക് ബോട്ട് മറിഞ്ഞിട്ട് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. എന്നാലും അവരുടെ ജോലി ചെയ്യാതിരിക്കാറില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും. അനുരാധ
അരുൺ അധികാരത്ത്, ഓക്കെ സോറി ഞാൻ പേര് തെറ്റി വായിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ദ ഡേ ഓഫ് exit poll FII had around 86% short position, and on result day FII had more than 73% short position. FII were quite sure about the outcome. അതെ, എന്താണ് ഫൈനൽ ഇലക്ഷൻ റിസൾട്ട് വരിക എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പോൾ അവർ രാവിലെ തന്നെ കയറി ഷോർട്ട് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് സത്യം. അലക്സ് പറഞ്ഞു, ഞാൻ നിഫ്റ്റിയിൽ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ, മാക്സിമം 1 or 2 ട്രേഡ്സ്, അതുകൊണ്ട് തന്നെ ഞാൻ നാളെ താഴോട്ട് മാത്രമേ ഉള്ളൂ, ട്രേഡ് കിട്ടിയില്ലെങ്കിൽ വിഷയമില്ല. ഇന്ന് പക്ഷേ താഴോട്ട് പോയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ, മുകളിലോട്ട് തന്നെ പോയി. നോ ഇഷ്യൂസ്, നോക്കാം, ഇനിയും ദിവസങ്ങൾ വരുന്നുണ്ട്. ലോങ് ട്രേഡ് ആയതുകൊണ്ട് എനിക്ക് നല്ല ലാഭം കിട്ടി. 3-ാം തീയതി വില കൂടിയപ്പോൾ എല്ലാ ഷെയറുകളും നല്ല ലാഭത്തിൽ വിറ്റു. യൂസറാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഫിറോസ് ഭായ് പറഞ്ഞിരിക്കുന്നത് നോ നീഡ് ടു സോറീന. ഓക്കെ, ഇന്നലെ ന്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ദെൻ എന്താണ് ആബിദ്, ദെൻ വളരെ കൃത്യമായ അവലോകനം, താങ്ക് യു വെരി മച്ച്. സഹീർ മുഹമ്മദ്, കഴിഞ്ഞ ഒരാഴ്ച മാർക്കറ്റിൽ നിന്നും വിട്ടുനിന്ന് ഞാൻ, ഇതൊക്കെ എന്ത്, അതിൻ്റെ ഒരു കൂടെ ഒരു ഇതും കൂടെ വേണം, ഒരു PNG ഇമേജ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ സുരാജ് വെഞ്ഞാറമൂട് അല്ല സലീം കുമാറിൻ്റെ രാജി സായു കാത്തിരിക്കുകയായിരുന്നു സാറിൻ്റെ വീഡിയോ. താങ്ക് യു വെരി മച്ച്. ഇതൊരു അഡിക്ഷനായി മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, ഫിറോസ് ഭായ് പറഞ്ഞു, സ്റ്റോക്ക് മാർക്കറ്റിൽ വില്ലന്മാരാവുക, സ്ട്രൈറ്റ് ആയിട്ട് ചിന്തിച്ചാൽ തോറ്റുപോകും. 5 ഇലക്ഷനായി കാണുന്നു, ഈവൻ്റ് വരുമ്പോൾ വില്ലനാവുക. തീർച്ചയായിട്ടും ഷോർട്ട് ചെയ്തിട്ട് തകർക്കണം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. എന്ത് തന്നെയായാലും ആ ഒരു തീരുമാനം വളരെ നല്ലതാണ്. ഐ യൂസ് ദ ഓപ്പർച്യൂണിറ്റി ഇൻ ഓൾ 3 days and haven't touched my long term holdings, so I got good profit. If I can make money with minimum common sense, then lot of others also can do the same. I think so. Yeah, sure. അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സാധാരണക്കാരന് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റെല്ലാവർക്കും, അല്ലെങ്കിൽ ഒരു ശരാശരി സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഇതേ ഒരു സംഭവമാണ് പറഞ്ഞത്. ദെൻ അബ്ദുൽ നവാസ്, ഞാൻ കഴിഞ്ഞ 3 ദിവസം ട്രേഡ് എടുത്തിട്ടില്ല, കാശും പോയില്ല. താങ്ക് യു വെരി മച്ച്, നല്ലൊരു തീരുമാനം. തെറ്റായ മെസ്സേജ് നൽകിയതിന് ഉത്തരവാദികളായവരിൽ നിന്നും നഷ്ടപരിഹാരം പിടിച്ചെടുക്കാൻ ഒരു വഴിയുമില്ല. ഇക്കണക്കിന് എങ്ങനെ ന്യൂസുകൾ വിശ്വസിച്ച് ട്രേഡ് ചെയ്യും? ഈ തോന്നിയ വാസത്തിന് ഒരു അറുതിയെ വരുത്തിയേ പറ്റുള്ളൂ. അത് ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. കോടതിയിലും കേസുകളും ഇതൊക്കെ സംഭവിക്കും. അതൊരു 5-6 വർഷമൊക്കെ വാദിച്ചങ്ങ് തീരും എന്നൊക്കെ ഉണ്ടാവുള്ളൂ. കാശ് പോയവർക്ക് പോയി തന്നെ ഉള്ളൂ. ജോമോൻ കുളത്തിങ്കൽ, ക്യാൻ യു ആഡ് പാർട്ടിസിപ്പൻറ്റ് ക്ലയൻറ്റ് FII ആൻഡ് DII വൈസ് OI data in equity derivatives in percentage in your daily report? Okay, I will try to do that. I have seen somewhere these data, okay, somewhere online. എനിക്ക് നേരിട്ട് എക്സ്ചേഞ്ചിന് ആക്സസ് ഒന്നും ഇല്ല. ഞാൻ ഈ ഓൺലൈനിൽ ലഭിക്കുന്ന ഡാറ്റയാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പല സ്ഥലത്തുനിന്നും കളക്ട് ചെയ്യുന്ന ഡാറ്റ ഒന്നിച്ചൊരു സ്ഥലത്താക്കി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നു. ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി കേട്ടോ. അല്ലാതെ ഞാനായിട്ട് ഇതിനകത്ത് ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റും അല്ല, ഞാനൊരു ട്രേഡറാണ്. സോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കിയെടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ ഒന്നിച്ച് കൊണ്ടുവന്ന് തരുന്നു. അപ്പോൾ ഇതും കൂടി ഞാൻ എവിടെ നിന്നെങ്കിലും പെറുക്കിയെടുക്കാൻ ശ്രമിക്കാം. അതൊരു നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഷോർട്ട് പൊസിഷൻസ് അറിയാൻ എളുപ്പമായിരിക്കും. മൈ സജഷൻ, ക്യാൻ യു സജസ്റ്റ് 1 or 2 companies to buy in the end? Actually I cannot do that. Be frank, I cannot do that. I should not do that. Okay, അത് ചെയ്യരുത് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. സോ സ്റ്റോക്ക് സജഷൻ, റിയലി സോറി അബൌട്ട് ഇറ്റ്. പക്ഷേ സ്റ്റോക്കുകളെ പരിചയപ്പെടുത്താൻ പറ്റും. ഒരു സ്റ്റോക്ക് കമ്പനി എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് അവരുടെ ഇത് പോകുന്നതെന്നൊക്കെയുള്ള. പക്ഷേ അതൊരു സ്റ്റോക്ക് അഡ്വൈസ് ആയി പോകരുതെന്നുള്ള, അതായത് ഒരു ബൈ ചെയ്യാനോ സെല് ചെയ്യാനുള്ള അഡ്വൈസ് ആയിക്കഴിഞ്ഞാൽ അതെനിക്ക് പണിയാവും. ഞാൻ ശ്രമിക്കാം എന്തായാലും. നൗഷാദ് ഭായ് എന്താണ് പറഞ്ഞത്, ഹെവി റിസ്ക് ട്രേഡിംഗ് ഫോളോയിങ് ഡേയ്സ്, പ്ലീസ് ഫ്രണ്ട്സ് നോ വൺ ടേക്ക് എൻട്രി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കണ്ട ഒരു സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. പമ്പ് ആൻഡ് ഡംപ് സ്കാം അല്ലേ നടന്നിരിക്കുന്നത്? ഓൾമോസ്റ്റ് അതേ രീതിയിലുള്ള ഒരു അവസ്ഥ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഒത്തിരി കമൻറ്റുകളുണ്ട്, ഇതെല്ലാം വായിച്ചിട്ട് ഞാൻ നിങ്ങളുടെ ഇത് കളയുന്നില്ല. ദെൻ ഇവിടെ ഇന്നത്തെ മോർണിംഗിലുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് 1039 പേരാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇവിടെ വളരെ ഇതാരെ പറഞ്ഞ യൂസർ പറഞ്ഞിരിക്കുന്നു, വളരെ നല്ല എക്സാമ്പിൾ, ഈ വഞ്ചനയ്ക്ക് പകരം ദൈവം ചോദിക്കും, ഇപ്പോൾ തന്നെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങി.
ഓക്കെ, ഫിറോസ് ഭായ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും അലക്സ് തുടക്കത്തിലുള്ള ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് ആരൊക്കെയോ പറയുന്ന പോലെ എന്തായാലും അങ്ങനെ ആരെയും ഉദ്ദേശിച്ചല്ല. ഞാൻ ആത്മരോധനമാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തത്. എനിക്ക് ഏകദേശം 1,25,000 രൂപയോളം ആ ഒരു വീഴ്ചയിൽ നഷ്ടമാണ്, അപ്രതീക്ഷിതമായ വീഴ്ചയിൽ. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന് 8.5 ലക്ഷം രൂപയാണ്. അത് പ്ലെഡ്ജ് ചെയ്തതിൽ മാർജിൻ കോൾ വരാതെ അവർ ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്തു എന്ന കാരണത്താൽ 12 ലക്ഷം രൂപ ഏകദേശം 8 ലക്ഷം 3.5 ലക്ഷം 4 ലക്ഷം രൂപയോളമായി മാറിയിട്ടുണ്ട്. അതായത് ഒരുപാട് കോടീശ്വരന്മാർ ലക്ഷപ്രഭുക്കളായി മാറിയ ഒരു വീഴ്ചയായിരുന്നു ഈ മിനിഞ്ഞാന്നുണ്ടായത്. ദെൻ എക്സലൻറ്റ് അനോളജി സർ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് കമൻറ്റുകളുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് മുഴുവൻ ഞാൻ വായിച്ചിട്ട് ഞാൻ ടെക്സ്റ്റിൽ മറുപടി തരുന്നുണ്ട്. ഇവിടെ വീഡിയോയിൽ ഒത്തിരി പേർക്ക് ഈ ലെങ്തി വീഡിയോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പെറുക്കി വായിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കുള്ള മറുപടി ഇതാ. നിങ്ങൾക്ക് ഓരോ കമൻറ്റ് നോക്കിയാൽ അതിൻ്റെ അടുത്ത് കാണാൻ ഞാൻ അതിനൊക്കെ മറുപടിയോ സ്പോട്ടിൽ തന്നിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളുടെ കമൻറ്റ്, ഒരാളുടെയും കമൻറ്റ് ഞാൻ ഇഗ്നോർ ചെയ്യാറില്ല, എല്ലാത്തിനും മറുപടി കൊടുക്കാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലവറോ തംസപ്പോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ടിട്ട് ഞാൻ അങ്ങ് പോകും. കാരണം ഒരു അക്നോളജ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഓൾറൈറ്റ്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വാരാന്ത്യം നേരുന്നു. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.